5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഷാജഹാൻ്റെ പണി അദ്ദേഹത്തിന് കടുത്തു തന്നെ വരികയാണ്. ഷാജഹാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, VD സതീശനെയും ഒരു പ്രവാസി വനിതയെയും കൂടി ചേർത്തുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അവരവിടെ ഒരു കമ്പനിയുടെ CEO മറ്റുമാണ് പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് വിവാദമായി. ആ വനിത കൊണ്ട് പരാതി കൊടുത്തു. മെയിലിലാണ് പരാതി അയച്ചത്. അപ്പോൾ CMൻ്റെ ഓഫീസിലേക്കും ആഭ്യന്തര വകുപ്പിലേക്കും അയച്ച പരാതി, DGPക്ക് അയച്ച പരാതിയിൽ എന്തോ നടപടി വന്നില്ല. അവരിതാ നാട്ടിലെത്തി 2 ദിവസമായിട്ട്. അവരിപ്പോൾ ഇവിടെയുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ അവരിപ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരിനിപ്പോൾ നേരിട്ട് പരാതി കൊടുത്തത് അതിനെ ഫോളോ അപ്പ് ചെയ്ത് ഷാജഹാനെ ജയിലിലാക്കിയിട്ടേ പോകൂ എന്നുള്ള വ്രതം എടുത്തിട്ടുണ്ട്. ശപഥമെടുത്തതുപോലെയാണ് ആ വനിത വന്നിരിക്കുന്നത്. എന്തായാലും ഷാജഹാൻ്റെ ഒരു നോട്ടപ്പെശക് വല്ലാത്തൊരു പെശകായിപ്പോയി. ഷാജഹാൻ സാറ്, നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ആരുടെയും സ്വകാര്യ ജീവിതത്തിലൊന്നും കയറി നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ നോക്കിയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ കാണുക, അതൊക്കെ സെൽഫി എടുക്കുന്ന സതീശൻ വലിയൊരു നേതാവല്ലേ, പ്രതിപക്ഷ നേതാവല്ലേ, പഴയ അതുമാത്രമല്ല MLA അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്ന മീറ്റിങ്ങുകളിൽ പോകുന്ന ഇപ്പോൾ ദുബായിലോ മറ്റു രാജ്യങ്ങളിലോ എവിടെയായാലും കേരളത്തിലൊക്കെ ആയാലും അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് കഴിയുമ്പോൾ പുതിയ നേതാക്കളും പുതിയ ആളുകളും കൂടെ നിന്നൊരു സെൽഫി എടുക്കും. ആ സെൽഫി അവർ ഫേസ്ബുക്കുകളിൽ പോസ്റ്റ് ചെയ്യും, നേതാവിനോടൊപ്പം നിന്നെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യും. അതൊന്നും വലിയ കാര്യമല്ല ഷാജഹാൻ സാറേ. എന്തായാലും ഷാജഹാൻ സാറിന് ഒരു 8ൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് വിനാശകാലേ വിപരീത ബുദ്ധി, ഒരു നോട്ടപ്പശ കൊണ്ട് ഒരു ചെറിയ കയ്യബദ്ധം പറ്റുന്നതെന്ന് തോന്നുന്നു. പക്ഷേ കയ്യബദ്ധത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഭരണപക്ഷത്തെയും പിണറായിയെയുമാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിണറായിയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവം തന്നതും നിങ്ങളെപ്പോഴും ജയിലിലിട്ടതും ഒക്കെ പിണറായി തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ദേഷ്യവും ഒരു വെറുപ്പുമൊക്കെ വരാം. പിന്നെ രാഷ്ട്രീയമായി താങ്കൾ മറ്റൊരു വിഭാഗത്തിൽ നിൽക്കുന്ന, ഇപ്പോൾ CPMനകത്തല്ല, പുറത്ത്. അപ്പോൾ രാഷ്ട്രീയമായും താങ്കൾക്ക് എതിർപ്പ് വരാം. പല കാരണങ്ങൾ. പിന്നെ താങ്കൾ ഒരു ഇടതുപക്ഷ ലൈനിൽ ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു തീവ്ര ഇടതുപക്ഷ ലൈനൊക്കെ താങ്കൾ എടുക്കുന്നുണ്ട്. അതൊക്കെ താങ്കളുടെ രാഷ്ട്രീയവും പരിസ്ഥിതിയോടുള്ള താല്പര്യമൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഇത് ആവശ്യമില്ലാത്തൊരു കുരുക്കിലാണ് കൊണ്ട് തലയിട്ടത്. ഇപ്പോൾ സംശയമുള്ള പൊത്തിനകത്ത് കൊണ്ട്, മാളത്തിനകത്ത് കൊണ്ട് പാമ്പുണ്ടോ എന്ന് കൈയിട്ട് നോക്കിയിട്ട് പിന്നെ അയ്യോ പാമ്പില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇടയ്ക്ക് പാമ്പ് കൊത്തി എന്ന് പറയുന്നൊരു കഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു പണിയാണ് കിട്ടിയത്. അപ്പോൾ ഇനിയിപ്പോൾ അറിയില്ല എങ്ങനെയാണ് കേസ്. നിങ്ങൾ വക്കീലും കൂടെ ആണെന്ന് തോന്നുന്നു, അവർ LLB പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേസൊക്കെ പറയാം. എന്തായാലും സ്ത്രീകളെയും കുട്ടികളെയും അംഗപരിമിതമായിട്ടുള്ളവരെയും പട്ടികജാതി പട്ടികവർഗക്കാരെയും ട്രാൻസ്ജെൻഡേഴ്സിനുമൊക്കെ തൊടുമ്പോൾ, കൈകാര്യം ചെയ്യുമ്പോൾ വലിയ ജാഗ്രത വേണമെന്നുള്ള പാഠമാണ് ഷാജഹാൻ നമുക്കെല്ലാ യൂട്യൂബർമാർക്കും തരുന്നത്. അപ്പോൾ ഷാജഹാൻ കൃത്യമായും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കേസ് വനിതയോട്, സ്ത്രീയോട്, മേഡത്തിനോട് പറയാനുള്ളത് ഒന്ന് രാശിയാക്കിക്കൂടെ, അതൊന്ന് ഒരു തീർപ്പാക്കിക്കൂടെ, ഒരു സോറി പറഞ്ഞ് ഒരു മാപ്പ് പറഞ്ഞോ, പൊതുമാപ്പോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും അവർ ആ പൊതുമാപ്പല്ല, അദ്ദേഹം ഖേദം തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഫേസ്ബുക്കിൽ നിന്ന് അത് പിൻവലിച്ചു. അദ്ദേഹം പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചു, പത്രസമ്മേളനം നടത്തി ഖേദം പ്രകടിപ്പിച്ചു. ഇനിയും കേസുമായിട്ട് മുന്നോട്ട് പോകണോ? അതങ്ങ് ഒഴിവാക്കുന്നതല്ലേ നല്ലത്.